ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ അൺകാനി ഡെസ്റ്റിനിയുടെ എപ്പിസോഡ് 4 റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ വന്ന് നമ്മൾ കണ്ടല്ലോ, നമ്മുടെ ടാൻ വന്ന് നമ്മുടെ ഹീറോയിനെ വാളെടുത്ത് കുത്തുവാണ്. പക്ഷേ ഹീറോയിൻ്റെ മേല് കൊള്ളത്തില്ല, പകരം അത് വന്ന് ആ ബെഡിൽ അങ്ങ് കയറിപ്പോവും. അപ്പോൾ ഇവൻ എടുക്കാൻ കറക്റ്റ് ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനെ എണീക്കും ചെയ്യും. ഹീറോയിൻ്റെ അച്ഛൻ എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, ഇപ്പോഴത്തെ അച്ഛൻ, ഡ്യൂപ്ലിക്കേറ്റ് അച്ഛൻ എണീറ്റ് നോക്കുമ്പോൾ ഈ വാൾ കാണുമ്പോൾ അയാൾ പേടിച്ച് എണീക്കും. അപ്പോൾ എല്ലാവരും എണീക്കും. പക്ഷേ ഇവനാണെങ്കിൽ ഈ വാൾ ഊരാനായിട്ട് ഒട്ടും കിട്ടുന്നില്ല. ആ സമയത്താണ് ഇവർ മനസ്സിലാക്കുന്നത് നമ്മുടെ ഹീറോയിൻ വന്ന് പെണ്ണാണ്, ആണല്ലത്. അപ്പം പിന്നെ കൺഫ്യൂഷൻ ആവും, ഇത് ആരാണ്. എന്നിട്ട് ഹീറോയിൻ പറയുകയാണ്, നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡ് എടുത്ത് പറയുകയാണ്, നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി കൂവി വിളിക്കും, പിന്നെ എല്ലാവരും കൂടി വന്നാൽ നീ ആയിരിക്കും വെട്ടുപോകുന്നതെന്ന്. ഞങ്ങളെ കൊല്ലാതെ വിടുകയാണെങ്കിൽ ഞങ്ങൾ ഈ കാര്യം ആരുടെ അടുത്തും പറയത്തില്ലെന്ന്. അപ്പോൾ ടാൻ പറയും, നിങ്ങളൊരു ഭ്രാന്തന്മാരാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ ടാൻ അവിടെ നിന്ന് പോവാം. ടാൻ നേരെ നടന്ന് ചെല്ലുമ്പോൾ ആലോചിക്കുന്നത്, ദൈവമേ, ഒരാളെ പോലെ കുറേ പേരുണ്ടെന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നല്ലേ. നമ്മുടെ മൂഷിരാജിലെ രാജാവിൻ്റെ കണക്കിരിക്കുന്നല്ലേ ആ പെണ്ണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചു നിന്ന് പോകാം. ആ സമയത്ത് നമ്മുടെ ഹീറോയും അതുപോലെ ഹീറോയിൻ്റെ അസിസ്റ്റൻറ്റും കൂടി പറയുവാണ്, നാളെ രാവിലെ ആര് വരും, നമ്മുടെ ടിയാൻമു രാജ്യത്ത് നിന്ന് ഇവനെ കല്യാണം കഴിക്കാം, നമ്മുടെ ഹീറോയിനെ കല്യാണം കഴിക്കാനുള്ള പെണ്ണും അവരെല്ലാവരും കൂടി വരും എന്ന് പറയുവാണ്. അവരിവിടെ സ്റ്റേ ചെയ്യാനായിട്ട് വരുന്ന കാര്യങ്ങളും അവർക്ക് എങ്ങനെ കൊടുക്കും, അതിനുള്ള ആളെ നമ്മൾ ഏർപ്പാടാക്കേണ്ടതെന്നൊക്കെ ഇവർ സംസാരിച്ച് ഇവർ രണ്ടുപേരും കൂടി നടന്നു വരുന്ന സമയത്ത് ടാൻ ഇവരെ മുന്നേ വന്ന് പെടും. അപ്പോൾ ഹീറോയ്ക്ക് അറിയാലോ ടാൻ ഇങ്ങനെ കൊല്ലാൻ വന്നതാന്ന്. അപ്പോഴേക്കും അസിസ്റ്റൻ്റ് അസാസിൻ വന്നെന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ എല്ലാവരും കൂടി നമ്മൾ ടാനിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് വരും. ഇവർ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ടാൻ എന്ത് ചെയ്യുക, ടാനിന് ഇവിടെ നെഞ്ചിൻ്റെ സൈഡിൽ, ഇടത്തെ സൈഡിൽ ഒരു മുറിവുണ്ടാവും. ടാൻ അവിടെ നിന്ന് പറന്നു പോകും. ഇപ്പം നേരെ വന്ന് കയറുന്നത് വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ ഹീറോയിൻ്റെ പെങ്ങളില്ലേ, പെങ്ങളെ മുറിക്കാം. അവൻ അതിനകത്ത് കയറി മെല്ലെ വാതിലടച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് നമ്മുടെ ഹീറോയിൻ്റെ പെങ്ങളിരുന്ന് പറയുവാണ്, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരി, എൻ്റെ സൗന്ദര്യം വിട്ടിട്ട് ഇനി ആരും ഇല്ലെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവൻ ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് മെല്ലെ ചെന്ന് ഇങ്ങനെ എത്തിച്ചു നോക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ഹീറോയിൻ്റെ പെങ്ങളാണെങ്കിൽ രണ്ട് കുക്കുമ്പറൊക്കെ കണ്ണേ വെച്ചിട്ട് അവൾ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ അഫർമേഷൻ പോലെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവനെ കാണുന്ന കൂടി അവൾ ഞെട്ടി തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ വന്ന് ചോദിക്കും, അവൾ ആരെങ്കിലും സംശയകരമായിട്ട് ആരെങ്കിലും വന്നോ മോളെയും ചോദിക്കും. കാരണം ടാനിനെ ഓൾറെഡി അന്വേഷിച്ചുകൊണ്ട് ഇവർ നടക്കുവാണല്ലോ, അതുകൊണ്ട് ചോദിക്കും. അപ്പോൾ നമ്മുടെ ടാന് വന്ന് ഹീറോൻ്റെ അനിയത്തിയുടെ കഴുത്തിൽ മറ്റേ വാൾ പോലെ സംഭവം വെച്ചിട്ട് പറയും, നീ ഇവിടെ ഞാനുണ്ടെന്ന് പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയും, ഇവിടെ ആരും ഇല്ലെന്ന് പറയും. അപ്പോൾ ഇവൾ പറയും ആരും ഇല്ലെന്ന് പറയും. അപ്പോൾ ഇവനെ ഓൾറെഡി എന്നിട്ട് ഹീറോ അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോൾ ഹീറോൻ്റെ അനിയത്തി പറയും, നിങ്ങൾക്ക് മുറിവ് പറ്റിയിട്ടില്ല, ഞങ്ങൾക്ക് മുറിവിനെ ഇത് വെച്ച് തരാം, നിങ്ങളോട് വന്നിരിക്കാൻ പറയും. അപ്പോൾ ടാൻ ആദ്യം പറയുമ്പോൾ കേൾക്കത്തില്ല, അപ്പോൾ ഇവൾ പറയും, ഞാൻ ഇവിടുത്തെ രാജകുമാരിമാർ കള്ളം പറയത്തില്ലെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ട്, കണ്ണോട് ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ അതിൽ അവൻ ഇച്ചിരി കൺവീൻസ്ഡ് ആവും. എന്നിട്ട് അവൻ ചെന്നിരിക്കും മുറിവിനിടാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇരിക്കുന്ന സമയത്ത് അവൾ അവിടെയുള്ള ഒരു പോട്ടെടുത്ത് അവൻ്റെ തലയടിച്ച് പൊട്ടിച്ചിട്ട് ഓടി ചെന്ന് പറയും, താണ്ടേ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, ഒരു മോഷ്ടാവ് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് പറയുമ്പോൾ അവരെല്ലാവരും നമ്മുടെ ഹീറോയെ എല്ലാവരും കൂടി വന്ന് നോക്കുന്ന സമയത്ത് ഇവൻ ആ ജനൽ പോലെ സംഭവത്തൂടെ രക്ഷപ്പെട്ടു പോയി കാണും. എന്നിട്ട് പിറ്റേ ദിവസം നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ ഹീറോയിൻ്റെ അസിസ്റ്റൻറ്റും കൂടി സംസാരിക്കുവാണ്. അപ്പോൾ ഹീറോ പറയണം, അവനെ ശരിക്കും നിങ്ങൾ കണ്ടുപിടിക്കുക, അവൻ എന്തിനാണ് എന്നെ കൊല്ലാനായിട്ട് ഇങ്ങോട്ട് വരുന്നതെന്ന് പറയാം. എന്നിട്ട് പറയണം, നീ ഒരു കാര്യം ചെയ്ത് പോയി ഹീറോയിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് നമ്മുടെ അസിസ്റ്റൻറ്റിനെ പറഞ്ഞു വിടുകയും ചെയ്യണം. എന്നിട്ട് കാണിക്കുവാണ് നമ്മുടെ ഹീറോയിൻ്റെ രണ്ടാമത്തെ ചേട്ടൻ വന്ന് അവിടെ ചെന്നിരുന്നിട്ട് ബാത്റൂമിൽ ഇരിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് അവിടെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്നത്. ടിഷ്യൂ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ യുന്നി വന്ന് അതിൽ മൊത്തം മുളകിൻ്റെ ഇതാക്കി വെച്ചുകൊണ്ട് അവൻ നോക്കുന്ന സമയത്ത് അതേ മൊത്തം മുളക് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേറെ ഗതിയില്ലാതെ അവൻ താഴെ ഒരു കല്ല് കിടപ്പുണ്ട്, അത് വെച്ച് ലാസ്റ്റ് യൂസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ വൈഫ് ഉണ്ടായിരുന്നല്ലോ, മറ്റേ പെണ്ണ് സിലാൻ, അവൾ വന്നിട്ട് ടോയ്ലറ്റ് പേപ്പർ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അവളിത് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് ഇവൻ അവളോട് ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഉണ്ടാവുകയാണ് കേട്ടോ. അവളെ ഭയങ്കര ഇഷ്ടമാവുകയാണ്. എന്നിട്ട് ഹീറോയും വന്ന് ഹീറോയിൻ്റെ മറ്റേ പാലസിൽ അവൻ്റെ മുറിയിൽ വരുന്ന സമയത്ത് ഇവൻ കാണിച്ചു കൊടുക്കുവാണ്, ഇന്ന് ഇങ്ങനെ വരുവാണ്, ടിയാൻമു രാജ്യത്ത് നിന്ന് അവരിന്ന് വരും എന്ന് പറഞ്ഞിട്ട് അവർക്ക് മറ്റേ ഇത് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, 100 കിലോ സ്വർണവും അതുപോലെ ആ ലാൻഡും കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യമൊക്കെ പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ കൊടുക്കുന്നത് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അത് വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ കിടക്കുക എന്നല്ല, അത് കൊടുക്കുന്നതിന് എന്തോ പ്രശ്നം എന്ന് പറയാം. അങ്ങനെയല്ല, അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗം, അത് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് ഹീറോയിൻ പറയണം. അപ്പോൾ ഹീറോ പറയാണ്, ടിയാൻമു രാജ്യം എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ ഭയങ്കര പവർഫുള്ളാണെന്നാണ് കേൾവിപ്പെട്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഹീറോയും പറയും, അത് പണ്ട്, പക്ഷേ ഇന്ന് അവർ പവർഫുള്ളാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും, ഇന്ന് ടിയാൻമു രാജ്യം ഒന്നും അല്ലെന്ന് ഞാൻ പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അങ്ങനെയായിരുന്നെങ്കിൽ അവരത്രയും സ്ട്രോങ് ആയിരുന്നെങ്കിൽ അവർക്ക് ഫൈറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ലാൻഡ് പിടിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു മാരേജിലൂടെ ഒരു കൂട്ടണി ഇട്ടിട്ട് പഠിക്കേണ്ട കാര്യമൊന്നും അവർക്കില്ല. അവരൊരു ഫേവറായിട്ട് നിങ്ങളടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ പവർഫുള്ളല്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ രണ്ട് സിറ്റീസ് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മളെന്തിനാണ് നമ്മൾ അടിച്ചമർത്തി കാണിക്കേണ്ട കാര്യം എന്തുവാ, നമ്മളും നമ്മുടെ സ്ട്രെങ്ത് അവരുടെ മുന്നിൽ കാണിക്കണം, ഇല്ലെങ്കിൽ മാരേജ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തോ വില കാണുന്നൊക്കെ ഹീറോയിൻ വന്ന് ഹീറോയിൻ്റെ അടുത്ത് പറയുവാണ്.
അപ്പോൾ ഹീറോ പറയാണ്, നീ ഇത്രയും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചിന്തിക്കുന്നല്ലോ, നിനക്ക് പറ്റുമോ അവിടെ വന്ന് നിന്ന് ഇത്രയും ധൈര്യത്തോടെ ഇത്രയും കാര്യങ്ങൾ അവിടെ വന്ന് അവതരിപ്പിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഹീറോ വന്ന് ഹീറോയിൻ്റെ താടിയെ പിടിച്ചിട്ട് അവളെ കിസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഹീറോയും വന്ന് അവൻ്റെ ഷൂയെ നല്ലൊരു ചവിട്ടം കൊടുക്കും. അപ്പോൾ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരും കേട്ടോ. അവളെന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ച് പോകുന്ന സമയത്ത് കറക്റ്റ് അസിസ്റ്റൻറ്റ് വന്നിട്ട് പറയും, ടിയാൻമു രാജ്യത്തു നിന്ന് രാജകുമാരി അവരെല്ലാവരും വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ഇവളെ നല്ല വൃത്തിയായിട്ട് രാജകുമാരിമാരെ പോലെ ഡ്രസ്സ് ചെയ്യിപ്പിച്ച് കൊണ്ടു നിർത്തി, ഇവൾ എൻ്റെ കൂടെ ടിയാൻമു സിറ്റിനെ വരവേൽക്കാൻ ഇവള് മീൻസ് നമ്മുടെ ഹീറോയിൻ അവിടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഹീറോയെ പോവാണ്. ഇതേ സമയം നമ്മുടെ സിലാൻ അവിടെ കിടന്ന് ജോലിയെല്ലാം ചെയ്യുന്ന സമയത്ത് ഇവിടെ അന്ന് നമ്മുടെ എന്താ പറയുന്നത് വേറൊരു രാജകുമാരനുണ്ട്. എന്ന് വെച്ചാൽ ഇവരുടെ കുറേ ചേട്ടനിയന്മാർ അങ്ങനെയൊക്കെ കാണത്തില്ലേ, അവരിലുണ്ടായിട്ടുള്ള അങ്ങനെ ഒരു ചേട്ടനിയന്മാരിലുണ്ടായിട്ടുള്ള രാജകുമാരൻ. പക്ഷേ ഇതല്ല ശരിക്കുള്ള രാജാവാകാൻ പറ്റത്തില്ല. രാജാവ് നമ്മുടെ ഹീറോയാണ്. അയാൾ വന്ന് ഇച്ചിരി പെൺകോന്തനാട്ടോ. അവനാണെങ്കിൽ എന്താ പറയുന്നത്, അവൻ പറയുവാണ് നമ്മുടെ സിലാൻ എടുത്തു എന്ന് പറയണേ, എൻ്റെ ഒരു മൊയിലുംകുട്ടിയെ കാണാതെ അത് നിൻ്റെ ഡ്രസ്സിൻ്റെ അടി വിളിക്കുന്നത് കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളെടുത്ത് തെറ്റായിട്ട് പെരുമാറാനായിട്ട് നിൽക്കുക. അപ്പോൾ ഇവള് പറയുകയാണ്, ഞാൻ ജനറൽ ജനറലിൻ്റെ മൂഷി രാജയിലെ ജനറലിൻ്റെ പെങ്ങളാണ്, എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കരുതെന്ന് പറയുമ്പോൾ ഇവൻ പിന്നെയും അങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നു. ഇതെല്ലാം ആര് കാണുന്നുണ്ട്? നമ്മുടെ ഹീറോയിൻ്റെ മീൻസ് ബ്രദർ കാണുന്നുണ്ട്. ആ സമയത്ത് ഇവൾ ഭയങ്കരമായിട്ട് അവളുടെ അടുത്ത് നല്ല രീതിക്ക് വൃത്തികേടായിട്ട് പെരുമാറാൻ നിൽക്കുന്ന സമയത്ത് ഇവൾ എന്നിട്ട് അവളുള്ള ബക്കറ്റ് എടുത്തിട്ട് അവളല്ല നമ്മുടെ അവൻ വന്ന് രണ്ടാമത്തെ ചേട്ടൻ വന്ന് ബക്കറ്റ് എടുത്ത് അവൻ്റെ തലയ്ക്ക് അടിച്ചിട്ടിട്ട് സിലാനെ രക്ഷപ്പെടുത്തിയിട്ട് പോവാണ്. വാ എൻ്റെ കൂടെ വാ കൊണ്ടുപോകാന്ന് പറയുന്ന സമയത്ത് സിലാന ആദ്യം പോകത്തില്ല. അപ്പോൾ ഇവൻ ടിഷ്യൂ പേപ്പർ സൂക്ഷിച്ച് വെച്ചേക്കും കേട്ടോ. അവൾ കൊടുത്ത് ടിഷ്യൂ പേപ്പർ സൂക്ഷിച്ച് വെച്ചിട്ട് അത് കാണിച്ചിട്ട് പറയാം, നീ എനിക്ക് അന്ന് ടിഷ്യൂ പേപ്പർ തന്ന് സഹായിച്ചില്ല, അതുകൊണ്ട് ഞാനും നിന്നെ തിരിച്ച് സഹായിച്ചു, നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് അവളെ പുറത്ത് കൊണ്ടുപോവാണ്. ഇതേ സമയം നമ്മുടെ ഹീറോയിനും അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ യുന്നും കൂടി അവിടെ വന്ന് നിൽക്കുവാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഹീറോയിൻ്റെ പെങ്ങൾ അവിടെ വരുവാട്ടെ. ഇവർ വരവേൽക്കാൻ വേണ്ടി പെങ്ങളും വന്നിട്ടുണ്ട്. പെങ്ങൾ പറയാം, അപ്പോൾ നിങ്ങളാണ് ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുക, നിങ്ങളാണല്ലേ അപ്പോൾ എൻ്റെ ചേട്ടനെ അടിച്ചു മാറ്റിയതെന്ന് ചോദിക്കുക കേട്ടോ. എന്നിട്ട് പറയുകയാണ് ഹീറോയിന്മാർ എന്താണെന്നുള്ളൊരു ഡൗട്ടിൽ നോക്കുമ്പോൾ പറയും, ഞാനും ഉണ്ടായിരുന്നു അന്ന് നമ്മുടെ ആ കുളിമുറിയിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ എന്താ പറയുക, ഹീറോ ദേഷിച്ച് അവളെ അങ്ങ് നോക്കും. ആ സമയത്ത് ടിയാൻമു രാജകുമാരി വരും കേട്ടോ. അവരിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഹീറോയും വന്ന് ഹീറോയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്, നിങ്ങൾ ഇവിടുത്തെ രാജാവാണ്, അതുകൊണ്ട് നിങ്ങൾ അവരുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ താഴ്ന്നു കൊടുത്ത് ഈ ഒരു കല്യാണം നടക്കാൻ വേണ്ടി നിങ്ങൾ താഴ്ന്നു കൊടുത്താൽ ഈ നാട്ടിലെ ഒരു ജനങ്ങൾക്കും തല ഉയർത്തി ടിയാൻമു രാജ്യത്തെ ആളുകളുടെ മുന്നേ ഭാവിയിൽ നിൽക്കാനായിട്ട് സാധിക്കത്തില്ല, അതുകൊണ്ട് താഴ്ന്നു കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഹീറോയെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഹീറോയിൻ. അതേ സമയത്ത് നമ്മുടെ ഹീറോൻ്റെ അനിയത്തി പറയുവാണേ, ഈ യാങ് ഭയങ്കര ഫേമസ് ഒക്കെയാണ്, പക്ഷേ എൻ്റെ ചേട്ടൻ അത്ര ഹാൻസം ഒന്നും അല്ലെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര സന്തോഷമാവട്ടെ അനിയത്തി കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ. എന്നിട്ട് ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ അവരുടെ അടുത്ത് ഇറങ്ങി നടന്നു വരാൻ പറ, കുതിരപ്പുറത്ത് വരേണ്ട, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ഭാവിയിൽ അവർ നമ്മുടെ ഈ പാലസിനകത്തുള്ള ആളുകളെ കൊല്ലാൻ ധൈര്യപ്പെടില്ലെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഇവരിങ്ങനെ കുതിരപ്പുറത്ത് നമ്മുടെ രാജാവിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ വരാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അവർ പിന്നീട് അതങ്ങനെ ചെയ്യത്തില്ലെന്ന് എന്താ ഉറപ്പെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ വന്ന് അസിസ്റ്റൻറ്റ് നോക്കണം. അപ്പോൾ അസിസ്റ്റൻറ്റ് പറയുവാണ്, മാജസ്റ്റി പറഞ്ഞു നിങ്ങളടുത്ത് എല്ലാവരുടെ അടുത്ത് ഇറങ്ങി നടന്നു വരാൻ പറഞ്ഞു, കുതിരപ്പുറത്ത് വരണ്ടെന്ന് പറഞ്ഞെന്ന് പറയാം. അപ്പോൾ യാങ് പറയുവാണ്, ഇപ്പോഴാണ് യാങ്ങിൻ്റെ ശരിക്കുള്ള ഐഡൻറ്റിറ്റി നമുക്ക് മനസ്സിലാകുന്നത്. യാങ് പറയുകയാണ്, ഞാൻ ടിയാൻമു രാജ്യത്തിൽ ദത്തുപുത്രനാണ്, അതുകൊണ്ട് എൻ്റെ അടുത്ത് നിങ്ങൾ ഇറങ്ങി വരാൻ പറയുവാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും, നീ ആര് തന്നെ ആയാലും നീ വന്നിരിക്കുന്നത് ഏതാണ്? ഷിയാൻയു രാജ്യത്താണ്. ഈ രാജാവിൻ്റെ മുന്നിൽ നിങ്ങളൊക്കെ സാധാരണക്കാരാണ്, അതുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങൾ നിങ്ങൾ അനുസരിച്ചേ പറ്റത്തുള്ളൂ, അതിനെ ഒരു ഇതുമില്ലെന്ന് പറയണം. എടുത്തുകൊണ്ട് നമ്മുടെ യുന്നിനാണ് ടെൻഷനായിട്ട് വയ്യ കേട്ടോ, അവരവരുടെ ഡ്യൂട്ടി ചെയ്തിട്ട് നീ എന്തിനെങ്കിലും എനിക്ക് സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ചാടി കടിക്കാൻ പോവാണ്. അപ്പോൾ എടുത്തോണ്ട് യാങ് ചോദിക്കുകയാണ്, ഇവിടെ രാജാവ് ഇപ്പോൾ പെണ്ണാണോ? അതെനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറയുമ്പോൾ എടുത്തോണ്ട് നമ്മുടെ ഹീറോയ്ക്ക് ദേഷ്യമാണ്. ഹീറോ പറയും, എൻ്റെ ആളാണ് അവൾ, എനിക്ക് വേണ്ടിയാണ് അവൾ സംസാരിക്കുന്നത്, ഞാൻ എന്താണ് ചിന്തിച്ചത് അത് തന്നെയാണ് അവൾ സംസാരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ സിറ്റിക്ക് വരണ്ട, നിങ്ങൾ തിരിച്ചു പൊക്കോളാൻ നമ്മുടെ ഹീറോ പറയും കേട്ടോ. അങ്ങനെ പറയുന്ന സമയത്ത് യാങ്ങിന് ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ അവന് ഭയങ്കര ദേഷ്യം വരും. അവൻ ശരി ഞങ്ങൾ തിരിച്ചു പോകാൻ, നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകാമെന്നും പറഞ്ഞിട്ട് അവൻ തിരിച്ചു പോകാനായിട്ട് നിൽക്കും. അപ്പോൾ ഹീറോയ്ക്ക് അങ്ങ് ടെൻഷനാവും കേട്ടോ. അപ്പോൾ ഹീറോയിൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹീറോയിൻ്റെ കയ്യെ പിടിക്കും. അപ്പോൾ ഹീറോ ഇച്ചിരി കൂളാവും. എന്നിട്ട് ഹീറോയിൻ പറയും, അവർ എന്താ പറയുന്നത്, നമ്മുടെ യുന്നെ ഇപ്പോൾ കിടന്നും വെപ്രാളം കാണിക്കും കേട്ടോ, ഇതാ അവർ പോകുന്നു എന്ന് പറഞ്ഞ് വെപ്രാളം കാണിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ മൂഷിരാജിനെ കീഴടക്കാൻ പറ്റുമെന്നൊക്കെ പറയും. അപ്പോൾ ഹീറോയിൻ പറയും, രണ്ടുപേരും തമ്മിൽ ഒരു ഒപ്പന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡീലിങ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്കും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം കാണും, അല്ലാതെ ഇത്രയും മൈൽസ് നടന്ന് വന്ന് അവർ നിങ്ങളെ കല്യാണം കഴിക്കാൻ വരും തോന്നുന്നുണ്ട്, അതുകൊണ്ട് അവരെന്തുവാരും തിരിച്ചു വരും, അതുകൊണ്ട് നിങ്ങൾ വിളിക്കേണ്ടതെന്ന് തന്നെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഹീറോയിൻ പറയുവാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ വിളിക്കാൻ നിൽക്കുകയാണ്. ഇവരിങ്ങനെ നടന്നു പോയി പാലസിൻ്റെ അറ്റത്തെത്തുന്ന സമയത്ത് എന്താ പറയുന്നത്, നമ്മുടെ മറ്റേ രാജകുമാരിയുടെ പേര്
മെങ് എന്നാണ് നമ്മുടെ ടിയാൻമു രാജ്യത്തിലെ രാജകുമാരിയുടെ പേര് മെങ് എന്നാണ്. മെങ് രാജകുമാരി പറയുവാണ്, മതി യാങ്, നമ്മുടെ പ്ലാൻ എല്ലാം ഇവിടെ കൊണ്ട് ഇതാവും, നമ്മുടെ പാലസ് കഴിഞ്ഞ് പോകാൻ പോവാണ്, ഇറങ്ങി നമുക്ക് നടന്ന് തന്നെ പോകാമെന്ന് പറയണം. അപ്പോൾ യാങ്ങിന് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല, രാജകുമാരി അങ്ങനെ പറഞ്ഞില്ല. അവസാനം ഇവർ നടന്നിറങ്ങി വന്നിട്ട് എന്താ പറയുന്നത്, നമ്മുടെ ഹീറോയ്ക്ക് വണക്കം പറയുവാണ്. എന്നിട്ട് ഹീറോ വന്ന് ഹീറോയുടെ പാലസിനകത്ത് ചെന്നിട്ട് ഇവൻ ഭയങ്കര ഹാപ്പി കേട്ടോ, നമ്മുടെ ഹീറോ വന്ന് ഭയങ്കര ഹാപ്പി. എന്നിട്ട് പറയും, ഞാൻ ഇവൾ ഇത്രയും അങ്ങ് തരം താഴ്ത്തി വിചാരിച്ചല്ലോ, ഇവൾക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു പറയുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ അങ്ങ് കയറി. അപ്പോൾ ഹീറോ ഇച്ചിരി കടുപ്പൊക്കെ ഇട്ട് ഇച്ചിരി റൂഡായിട്ടൊക്കെ അവിടെ നിൽക്കുക കേട്ടോ. എന്നിട്ട് ഹീറോയിൻ വന്ന് മടങ്ങുന്ന സമയത്ത് ഹീറോ ചോദിക്കുകയാണ്, നിൻ്റെ പ്ലാനൊക്കെ ഓക്കെ ആയിരുന്നു, നിനക്ക് എന്ത് റിവാർഡാണ് വേണ്ടതെന്ന്. അപ്പോൾ ഹീറോയിൻ്റെ ഒരു സംഭവം അവിടെ കിടക്കുന്ന കാണാൻ കേട്ടോ, ഒരു പെൻഡൻറ്റ് പോലെയോ അങ്ങനെ ഒരു സാധനം കിടക്കുന്ന കാണാം. അപ്പോൾ ഹീറോയിൻ അത് എടുക്കണം. അത് എടുക്കണമെങ്കിൽ എന്താ പറയുന്നത്, ഹീറോയുടെ അടുത്ത് ക്ലോസ് ആയി വന്നിട്ട് എടുക്കാൻ പറ്റുമോ. അപ്പോൾ ഹീറോയിൻ ഇവനെ കണ്ണൊക്കെ അടിച്ച് ഹീറോ ഇങ്ങനെ മെല്ലെ അടുത്ത് വരുമ്പോൾ ഹീറോ മനസ്സ് വിചാരിക്കുകയാണ്, ഓ ഇവൾക്ക് എന്നെ ശരിക്കും ഇഷ്ടമാണെന്ന് തോന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ പോയിട്ട് ഹീറോയിനെ ഹഗ് ചെയ്തിട്ട് ആ സാധനം മെല്ലെ എടുത്ത് കൈ വയ്ക്കുക. ആ സമയത്ത് കറക്റ്റ് നമ്മുടെ ആര് കയറി വരും, മെങ് രാജകുമാരി ടിയാൻമുലെ. അവൾ ഇതെല്ലാം കണ്ടുകൊണ്ട് കയറി വരുവാണ്. അവൾ ഓടി വന്നിട്ട് ഹീറോനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു, ഞാൻ അവിടെ രാത്രിയും പകലൊക്കെ നിങ്ങളെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഹീറോയ്ക്ക് ഇവളുടെ മുഖത്ത് പോലും, എന്നുവെച്ചാൽ സത്യം പറഞ്ഞാൽ മുഖത്ത് പോലും നോക്കാൻ ഇഷ്ടമല്ല, മുഖത്ത് പോലും ക്ലിയർ ആയിട്ട് നോക്കുന്നില്ല. എന്നിട്ട് ഹീറോ ചോദിക്കണം, എല്ലാം ഓക്കെ ആയോ, എനിക്കിവിടെ വന്ന് എല്ലാം സെറ്റിൽ ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്. നമ്മുടെ ഹീറോയിന് ഇത് കണ്ട് വലിയ ഇഷ്ടമാവുന്നൊന്നുമില്ല കേട്ടോ. എന്നിട്ട് മെങ് രാജകുമാരി വന്ന് നമ്മുടെ ഹീറോയിനെ നോക്കിയിട്ട് പറയുകയാണ്, എനിക്ക് നിൻ്റെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ഹീറോയിൻ പറയണം, ഓക്കെ ഞാൻ നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് വിടാൻ, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഹീറോയിൻ അവിടെ നിന്ന് എങ്ങനെയാണ്ട് മുങ്ങിക്കൊണ്ട് പോകും. ഹീറോയിന് ഇതൊന്നും ഇഷ്ടമായിട്ടില്ല, ആൾ വന്നതൊന്നും ഇഷ്ടമായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഹീറോയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്, പക്ഷെ അത് ഇനി അവരെന്നാണോ കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ഹീറോയിൻ ആണെങ്കിൽ കയ്യും വീശി അങ്ങ് നടന്നു പോകും. ആ സമയത്ത് ആര് കാണും, ഇത് യുന്ന് കാണും. യുന്ന് വിചാരിക്കും, ദൈവം ഇവൾക്ക് എന്താ ഇത്ര ധൈര്യം, ഇവളെ എന്താ പണിഷ് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ കയ്യും വീശിയൊക്കെ നടന്നു പോകുന്ന കാണും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വേലക്കാരി, നമ്മുടെ യുന്നിൻ്റെ വേലക്കാരി പറയാം, അവളെ ഒന്നും ചെയ്യാനും പറയാൻ നിൽക്കേണ്ട, നമുക്ക് തന്നെ പണി കിട്ടുന്നതെന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും പറഞ്ഞ് കേൾക്കാതെ നമ്മുടെ യുന്ന് വന്ന് നമ്മുടെ ഹീറോയിനെ ഫോളോ ചെയ്ത് പോവാണ്. ഹീറോയിൻ വേറെ എങ്ങോട്ടും അല്ല പോകുന്നത്, ഇവരുടെ രണ്ട് ചേട്ടന്മാരും അച്ഛനും ഇല്ലയോ, ഡ്യൂപ്ലിക്കേറ്റ് അച്ഛൻ, അയാളുടെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ ഇവർ 3 പേരും കൂടി ഇരുന്നിട്ട് എന്താണ് ചായയോ അങ്ങനെ എന്താണ്ടൊരു വെള്ളം പോലെ എന്താണ് സംഭവം കുടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇവളും കയറി വന്നിരുന്നിട്ട് ചായയൊക്കെ എടുത്ത് കുടിക്കുകയാണ്. ആ ടൈമിൽ ഇവർ ചോദിക്കണം, നീ എങ്ങനെയാണ് രാജാവിൻ്റെ സൈഡാളായത്, നീ അവിടെ നിന്നിട്ട് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നോ, നീ എങ്ങനെ സംസാരിച്ചെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, അതോ അയാൾക്ക് എന്നെക്കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു, മാത്രമല്ല ഞാൻ അയാളുടെ അടുത്ത് ക്ലോസ് ആയി നിന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തികളെല്ലാം ചെയ്ത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റും ചോദിക്കാം. അപ്പോൾ ഇവരെല്ലാവരും ഞാൻ വിചാരിച്ചപ്പോൾ കറക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ചേട്ടന്മാരും അപ്പോൾ ഒരു അച്ഛനും കൂടി അവിടെ ഇരിക്കുക. ഈ സമയത്ത് നമ്മുടെ യുന്നാണെങ്കിൽ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ അവളുടെ വേലക്കാരെയും കൂട്ടി മെല്ലെ മെല്ലെ വന്ന് എന്താ പറയുന്നത്, ഇവരെന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഒളിച്ച് നിൽക്കുവാണേ. അങ്ങനെ ഇവിടെ നിൽക്കുന്ന സമയത്ത് മീൻസ് യുന്നി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ പറയാണ്, എല്ലാം പറഞ്ഞ പോലെ ഇന്ന് രാത്രി തന്നെ എന്താ പറയുന്നത് വൈനിൽ പോയിസൺ ഇട്ടിട്ട് ആരെ കൊല്ലണം, നമ്മുടെ ഹീറോനെ കൊല്ലണം എന്ന് പറയാം. അപ്പോൾ ഇവൾക്ക് ഇത് കേൾക്കുമ്പോൾ ഇവൾക്ക് സന്തോഷമുണ്ട് സങ്കടമുണ്ട്, ഹീറോനെ കൊല്ലുമല്ലോ. അപ്പോൾ ഇവൾക്ക് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് നല്ല പണി കൊടുക്കാമല്ലോ, നമ്മുടെ ഹീറോയിൻ നല്ല പണി കൊടുക്കാമെന്നുള്ളതും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ യുന്ന നടന്ന് പോകാം. എന്നിട്ട് ഇവിടെ ചോദിക്കാൻ ടണലിൻ്റെ പണി എന്തായെന്ന് ചോദിക്കുമ്പോൾ രണ്ടാമത്തെ ഇടം പറയാം, അതൊന്നും ആയില്ലെന്ന് പറയും. ഇവളിങ്ങനെ നോക്കുമ്പോൾ പറയും, അതെല്ലാം തീർന്നിട്ട് ഇന്ന് രാത്രി തന്നെ നമുക്ക് ഇവിടെ നിന്ന് മുങ്ങാമെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇന്ന് നമ്മുടെ കൂടെ മുങ്ങുമ്പോൾ ഒരാളും കൂടി കാണുമെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ആരാന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചേട്ടൻ പോയിട്ട് സിലാനെ വിളിച്ചുകൊണ്ട് വരിക. സിലോനെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് സിലാൻ നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട് മൂഷി രാജ്യത്തിലെ രാജാവേന്നും പറഞ്ഞ് വിളിച്ച് നിൽക്കുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.